ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടും പ്രത്യേകിച്ചൊരു പണിയില്ലാത്തതുകൊണ്ടും ഇന്ന് ലേസി ഡേ ആയിട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് രാവിലെ തന്നെ അനന്തഭദ്രം മൂവി കാണാൻ തുടങ്ങി. മനോജ് കെ ജയനും പൃഥ്വിരാജും കാവ്യമാധവനും കൂടെ കുഞ്ഞൂട്ടനും മാണിക്കക്കല്ലും എല്ലാം കൂടെ ദിസ് മൂവി ബിക്കം എ വൺ കൈൻഡ് ഓഫ് മൂവി. പിന്നെ അമ്മ പറഞ്ഞു തരാത്ത ഒരുപാട് കഥകൾ ബാക്കിയുണ്ട് ഈ ശിവപുരത്ത്. ശരിയാണല്ലോ, കോഴിക്കോട് ഇനിയും ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ രണ്ടുപേരും വണ്ടി എടുത്ത് അങ്ങോട്ട് ഇറങ്ങി. വണ്ടി എടുത്ത് ഇറങ്ങാൻ നേരത്ത് ടോബി ഭയങ്കര കച്ചറയായിരുന്നു. എനിക്കും കൂടെ വരണം എന്ന ഒറ്റ മൈൻഡിലായിരുന്നു. അങ്ങനെ സോപാനത്തിലെത്തി. പൊടി ഇഡ്ഡലി ട്രൈ ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. ഇതിൻ്റെ ട്രെൻഡൊക്കെ കഴിഞ്ഞു, പക്ഷേ ഞങ്ങൾ ട്രെൻഡിനൊപ്പം അല്ലല്ലോ. അതുകൊണ്ട് ഇപ്പോഴാണ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നത്. പൊടി ഇഡ്ഡലിയുടെ കൂടൊപ്പം ഞങ്ങൾ ഗീ പൊടി ഉത്തപ്പം കൂടെ ഓർഡർ ചെയ്തിരുന്നു. പക്ഷെ ആദ്യം വന്നത് ഗീ പൊടി ഉത്തപ്പമായിരുന്നു. നല്ല വിശപ്പുണ്ടായതുകൊണ്ട് തന്നെ ഉത്തപ്പം വന്നപ്പം ഒന്നും നോക്കിയില്ല, ഞങ്ങൾ രണ്ടുപേരും കഴിക്കാൻ തുടങ്ങി. വിശപ്പടങ്ങിയതുകൊണ്ടാണോ എന്നറിയില്ല, പൊടി ഇഡ്ഡലി ഞങ്ങൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. എല്ലാവർക്കും ഒരേ ഇഷ്ടങ്ങളായിരിക്കില്ലല്ലോ. കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി എങ്ങോട്ട് പോകും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അപ്പോഴാണ് ആദ്യമായിട്ട് ഓഫീസിലുള്ള കാര്യം ഞങ്ങൾ ഓർത്തത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ വേഗം മാതൃഭൂമിയിലേക്ക് വിട്ടു. പോകും വഴി ചെറുതായിട്ട് വഴിയൊക്കെ തെറ്റി. അങ്ങനെ ഗൂഗിൾ മാപ്പിൻ്റെയും ആൾക്കാരുടെ സഹായത്തോടു കൂടി ഞങ്ങൾ അങ്ങനെ മാതൃഭൂമിയിലെത്തി. ദയവായിരുന്നു ആദ്യമായിട്ട്. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ ബായ് പറഞ്ഞ് അവിടെ നിന്ന് പോയി. അങ്ങനെ ഭാസ്കരേട്ടൻ്റെ സർബത്ത് വീടിയിൽ പോയി ഞങ്ങൾ 2 സർബത്ത് ഓർഡർ ചെയ്തു. ഞങ്ങൾ ചെന്ന സമയം വലിയ തിരക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വേഗം തന്നെ സർബത്ത് കിട്ടി. പിന്നെ അറിയാലോ, കുറച്ച് ഷോക്കെ കാണിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ പിന്നെ എത്തിയത് കോഴിക്കോട് ബീച്ചിലാണ്. എന്ത് രസമല്ലേ നമ്മുടെ ഈ ആകാശം കാണാൻ. ഫോണിൽ നിങ്ങൾ കാണുന്നതിനെക്കാട്ടും ഇരട്ടി ഭംഗിയായിരുന്നു നേരിൽ കാണാൻ. ഇരിക്കാൻ സ്ഥലം കിട്ടിയപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നു. ഞാൻ അവിടെയുള്ള എല്ലാവരെയും ശ്രദ്ധിക്കാൻ തുടങ്ങി. പല തരത്തിലുള്ള ആളുകൾ. ചിലർ ഓഫീസ് കഴിഞ്ഞ് വെറുതെ വന്നിരിക്കുന്നവരുണ്ട്, ചിലർ ഫ്രണ്ട്സായിട്ട് ആഘോഷിക്കാൻ വന്നവരുണ്ട്, ചിലർ ഫാമിലി ആയിട്ട് വന്നവരുണ്ട്, പിന്നെ ദൈനംദിന ജീവിതത്തിന് വേണ്ടി സാധനങ്ങൾ വിൽക്കാൻ വരുന്നവർ, അങ്ങനെ ഒരുപാട് പേര്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടി പത്മനാഭൻ എഴുതിയ പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി എന്ന കഥ ഞാൻ വായിച്ചതായി ഓർക്കുന്നത്. വളരെ റിയലിസ്റ്റിക്കായിട്ട് എഴുതിയൊരു കഥയായിരുന്നു. അതിലെ കഥാനായകൻ ആത്മഹത്യ ചെയ്യുന്നതിന് മുന്നേ കാറ്റാടി മരത്തിനടിയിലിരുന്ന് അവിടെയുള്ള ആളുകളെ വീക്ഷിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ആ പ്രകാശം പരത്തുന്ന പെൺകുട്ടിയെ കാണുന്നത്. അങ്ങനെ അവളെയും കൂട്ടി ഒരു സിനിമയൊക്കെ കാണാൻ പോയി. പിന്നീട് അദ്ദേഹം രാത്രിയായപ്പോൾ വിഷം കുടിച്ച് മരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മരിക്കാൻ സാധിക്കാതെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് നമുക്ക് കാണാം. ഇന്നിവിടെ ഈ കഥ ബീച്ചിലിരുന്ന് ഓർത്തപ്പോഴാണ് അന്ന് ഞാൻ വായിച്ച ആ കഥ എന്നെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. കുറച്ചു നേരം അവിടെയൊക്കെ നോക്കി ആസ്വദിച്ച ശേഷം ഞാനും ഒപ്പു ചേച്ചിയും തിരിച്ച് ആദ്യേട്ടനെ കൂട്ടി വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. സോ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.